മലയിലെ പ്രസംഗം. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഒരു പ്രധാന നിരത്തിലൂടെ ഈശോ അതിവേഗം നടക്കുകയാണ്. അദ്ദേഹം മലയിലേക്കാണ് പോകുന്നത്. അത് പ്രധാന നിരത്തിനരിയിൽ നിന്നും കായൽക്കരയോളം നീണ്ടുകിടക്കുന്നു. അല്പാൽപ്പം ഉയർന്നുയർന്ന് കുറേയധികം ചെല്ലുമ്പോൾ ഒരു പീഠഭൂമിയുണ്ട്. അവിടെ നിന്നാൽ കായലും തെക്കുവശത്തായി തിബിരിയാസ് തുടങ്ങിയ പട്ടണങ്ങളും കാണാം. വടക്കോട്ട് നോക്കിയാൽ നീണ്ടുകിടക്കുന്ന മലയല്ലാതെ അത്ര ഭംഗിയുള്ളതായി അതൊന്നും കാണാനില്ല. ഇടയ്ക്ക് കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന ഒരു പരുക്കൻ പാറയുണ്ട്. അത് കഴിഞ്ഞ് കുത്തനെ കയറുന്നത് മലയുടെ നെറുകയിലേക്കാണ്. അവിടെ നിന്നും ഒരു ഇറക്കം കഴിഞ്ഞാൽ ആദ്യത്തേതുപോലെ തന്നെ മറ്റൊരു കൊടുമുടിയായി. അങ്ങനെ കുതിരയുടെ മുതുകിൻ്റെ മധ്യഭാഗം പോലെ ഉൾവളഞ്ഞ അസാധാരണമായൊരു മലമ്പ്രദേശം രൂപം കൊണ്ടിരിക്കുന്നു. ഈശോ ഒരു കഴുതവണ്ടിയിൽ കയറി സുഖകരമായി ആ പീഠഭൂമിയിലേക്ക് പോകുന്നു. അവിടുന്ന് യാത്രാമധ്യേ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെയുള്ളവർ പീഠഭൂമിയിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഗോതമ്പിന് കതിർ വന്നു തുടങ്ങിയിരുന്നു. അവിടുന്ന് ഗ്രാമം കടന്ന് കൃഷിഭൂമികളിലൂടെയും പുൽത്തകിടുകളിലൂടെയും യാത്ര തുടർന്നു. എല്ലായിടവും പൂക്കൾ കൊണ്ടും വിളവുകളുടെ മർമ്മരം കൊണ്ടും ചേതോഹരമായിരിക്കുന്നു. നല്ലതുപോലെ തെളിഞ്ഞു കിടക്കുന്ന ആ വഴിയിലൂടെ പോയാൽ ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ മനോഹാരിത മുഴുവൻ ആസ്വദിക്കാം. ഈശോ കയറിപ്പോകുന്ന ഒറ്റപ്പെട്ട ചെറിയ മലയ്ക്ക് പുറമെ വടക്കുവശത്തായി അത്യുന്നതമായ ഹെർമോൻ മല എന്ന കൊടുമുടിയുണ്ട്. അതിൻ്റെ മേൽഭാഗം കണ്ടാൽ മരതകത്തട്ടിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ മുത്താണെന്ന് തോന്നും. കാരണം താഴെയുള്ള വനപ്രദേശം പച്ചയായും മുകളിലുള്ള മഞ്ഞുമൂടിയ ഭാഗം തനി വെള്ളയായും കാണപ്പെടുന്നു. ഹെർമോൻ മലയ്ക്കും കായലിനും ഇടയ്ക്കുള്ള തടം ഹരിതാഭമാണ്. മേറും കായൽ അവിടെയാണെങ്കിലും ഇവിടെ നിന്നും അത് കാണാൻ കഴിയുകയില്ല. വടക്കു പടിഞ്ഞാറ് തിബിരിയാസ് കായലിൻ്റെ വശത്തായി കുറച്ചുകൂടി മലകളുണ്ട്. കായലിനപ്പുറത്ത് നല്ല നിരപ്പുള്ള മനോഹരമായൊരു ഗ്രാമവും വേറെ മലകളുമുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ മലകൾ നിമ്നോന്നതങ്ങളില്ലാതെ മിനുസമായി കിടക്കുകയാണെന്ന് തോന്നും. നിരത്തിൻ്റെ മറുഭാഗത്ത്, അതായത് തെക്കുവശത്ത് കുന്നുകൾ കാണാൻ കഴിയും. അതിനപ്പുറത്താണ് നസ്രത്ത് എന്ന് എനിക്ക് തോന്നുന്നു. മുകളിലേക്ക് കയറുന്തോറും കൂടുതൽ പ്രദേശങ്ങൾ കാണാം. പർവ്വതം ഒരു ഭിത്തി പോലെ മറഞ്ഞു നിൽക്കുന്നതിനാൽ പടിഞ്ഞാറ് വശം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഈശോ ആദ്യം കണ്ടുമുട്ടിയത് അപ്പസ്തോലനായ ഫിലിപ്പോസിനെയാണ്. അദ്ദേഹത്തെ നേരത്തെ തന്നെ അവിടെ കാവൽക്കാരനായി നിർത്തിയിരുന്നതാണെന്ന് തോന്നുന്നു. ഗുരു, അങ്ങ് എന്താണ് ഇതുവഴി വന്നത്? പ്രധാന നിരത്തിൽ വെച്ച് അങ്ങയെ കാണാമെന്ന് ഞങ്ങൾ കരുതിയിരുന്നത്. ഇടയന്മാരുടെ അടുത്തു നിന്നും പാൽ വാങ്ങാൻ പോയിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ നിന്നത്. ഇടയന്മാർ ഈ മലയിലാണല്ലോ ആടുമേയ്ക്കാറുള്ളത്. നിരത്തിനു താഴെ ശെമയോനും യൂദായും ഐസക്കും നിൽപ്പുണ്ട്. അതാ അവർ. ഹേയ്, ഇങ്ങോട്ട് വരൂ, ഗുരു ഇവിടെയുണ്ട്. ഫ്ലാസ്കുകളും പാത്രങ്ങളുമായി മലയിറങ്ങി വന്ന അപ്പസ്തോലന്മാർ ഈശോയുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. സ്വാഭാവികമായും ആദ്യമെത്തിയത് പ്രായം കുറഞ്ഞവരാണ്. അവർ ഗുരുവിന് നൽകിയ സ്വാഗതം ഹൃദയസ്പർശിയായിരുന്നു. പുഞ്ചിച്ചു നിൽക്കുന്ന യേശുവിനോട് സംസാരിക്കാൻ ഓരോരുത്തരും തിരക്ക് കൂട്ടി. അങ്ങയെ പ്രതീക്ഷിച്ച് ഞങ്ങൾ റോഡിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ഇന്ന് പോലും ഇങ്ങെത്തുകയില്ലെന്നാണ് ഞാൻ കരുതിയത്. അങ്ങേക്കറിയാമോ, അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഓ, ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി. അവിടെ ചില ശാസ്ത്രിമാരും ഗമാലിയൻ്റെ ചില ശിഷ്യന്മാർ പോലും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുവേ, അത് ശരിയാണ്. നല്ല നേരത്താണ് അങ്ങ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അന്നേരത്തേതുപോലെ മുമ്പൊരിക്കലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല. അങ്ങ് ഇത്തരം വേലകൾ ഇനിയും എൻ്റെ മേൽ പ്രയോഗിക്കരുത്. പത്രോസിൻ്റെ ഈ പരാതി കേട്ട് ഈശോ പുഞ്ചിരിച്ചു. അവിടുന്ന് ചോദിച്ചു, നിനക്ക് വല്ല കുഴപ്പവും സംഭവിച്ചോ? ഏയ്, ഒന്നും സംഭവിച്ചില്ല. ഓ ഗുരു, അങ്ങേക്കറിയാമല്ലോ, യോഹന്നാൻ ഒരു പ്രസംഗം നടത്തി. അവനിലൂടെ അങ്ങ് സംസാരിക്കുകയാണെന്ന് കേട്ടു നിന്നവർക്ക് തോന്നിക്കാണും. ഞങ്ങളൊക്കെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. അവൻ 1 വർഷം മുമ്പ് വരെ മലയേറിയാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഓ പത്രോസ് അത്ഭുതത്തോടെ യോഹന്നാൻ്റെ കൈ പിടിച്ചു കുലുക്കി. എങ്കിലും അദ്ദേഹം നിശബ്ദനായി നിന്നതേ ഉള്ളൂ. ഈ പുഞ്ചിരിക്കുന്ന വദനം കൊണ്ടാണ് ആ വാക്കുകൾ സംസാരിക്കാൻ ഈ പയ്യന് കഴിഞ്ഞതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശലമോനെ പോലെയല്ലേ ഇയാൾ സംസാരിച്ചത്? എൻ്റെ ഗുരു, സൈമണ് നല്ലവണ്ണം സംസാരിച്ചു. ശരിക്കും അദ്ദേഹമായിരുന്നു തലവൻ. യോഹന്നാൻ പറഞ്ഞു, അതിൽ അത്ഭുതപ്പെടേണ്ട. ഇദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയതും അതിനു പ്രേരിപ്പിച്ചതും. ഞാൻ നല്ലവണ്ണം സംസാരിച്ചുവെന്ന് ഇവർ പറയുന്നു. ആർക്കറിയാം,
ഒരുപക്ഷെ ഞാൻ അങ്ങനെ സംസാരിച്ചു കാണും. അത്രയധികം ആളുകളോട് സംസാരിക്കാനും ഭയവും അങ്ങയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മോശമാകുമോ എന്ന ചിന്തയും ഒക്കെ കൂടിയായപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. സൈമൺ വിശദീകരിച്ചു. എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മോശമാകുമെന്നോ? നീ സംസാരിച്ചല്ലോ. അപ്പോൾ മോശമായിട്ടാണോ പറഞ്ഞത്? ഏയ്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യമോർത്ത് എനിക്ക് ദുഃഖമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മരത്തലേനെ അപ്പസ്തോലനായി സ്വീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് അവർ അങ്ങേ പരിഹസിക്കാനും ഒരു വിഡ്ഢിയായി അങ്ങേ കണക്കാക്കാനും ഇടയാകരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പത്രോസിൻ്റെ വിനയവും സ്നേഹവും കണ്ട് ഈശോ സന്തുഷ്ടനായി. എന്നാൽ അവിടുന്ന് ചോദിച്ചത് ഇത് മാത്രമാണ്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം? സൈമണും വളരെയധികം ഭംഗിയായി സംസാരിച്ചു. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇവനൊരു മഹാത്ഭുതം തന്നെ. ഇവൻ്റെ ആത്മാവ് മുഴുവൻ സമയം സ്വർഗത്തിലായിരുന്നു എന്ന് തോന്നുമായിരുന്നു. അത് ശരിയാണ്, വളരെ ശരിയാണ്. മറ്റുള്ളവരും പത്രോസിൻ്റെ വാക്കുകളെ പിന്താങ്ങി. അവർ പിന്നെയും ഈശോയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങേക്കറിയാമോ, യൂദാസ് സൈമണിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അപ്പസ്തോലന്മാരിൽ പ്രധാനികൾ 2 പേരാണ്. യൂദാസ് വളരെ ഊർജ്ജസ്വലനാണ്. ഉന്നതന്മാരിൽ വളരെ പേരെ അയാൾക്കറിയാം. അവരോട് ഇടപെടാനും അറിയാം. നല്ല ഭംഗിയായി സംസാരിക്കാനും അയാൾക്ക് കഴിവുണ്ട്. എന്നാൽ ആളുകൾക്ക് അങ്ങയുടെ സഹോദര സ്ഥാനീയനായ സൈമണും സർവോപരി ഈ പയ്യനും പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഭംഗിയായി സംസാരിക്കുന്നു. യൂദാസിനെയാണ് ആ മനുഷ്യൻ ഉദ്ദേശിച്ചത്. എന്നാൽ താങ്കളെയാണ് എനിക്കിഷ്ടം. പാവം മനുഷ്യൻ, അയാൾക്ക് എന്നെയാണ് ഇഷ്ടം പോലും. എനിക്കാണെങ്കിൽ 4 വാക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ അറിയില്ല. അതിരിക്കട്ടെ, അങ്ങ് വഴി വരാൻ കാരണം എന്താണ്? റോഡിൽ വെച്ച് കാണാമെന്നല്ലേ നാം പറഞ്ഞിരുന്നത്? ഞങ്ങൾ റോഡിൽ കാത്തു നിൽക്കുകയായിരുന്നുവല്ലോ. എന്തെന്നാൽ നിങ്ങളെ ഇവിടെ വെച്ച് കാണാമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി കേട്ടോളൂ. നിങ്ങൾ താഴെ പോയി മറ്റുള്ളവരോടും ഇങ്ങോട്ട് വരാൻ പറയുക. അറിയാവുന്ന മറ്റു ശിഷ്യന്മാരുണ്ടെങ്കിൽ അവരോടും പറഞ്ഞേക്കൂ. ആളുകൾ ഇന്ന് എത്തിച്ചേരുകയില്ല. നിങ്ങളോട് മാത്രമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരമായാൽ അടുത്തുള്ള ഗ്രാമങ്ങളിൽ ജനങ്ങളെത്തും. നാളെ രാവിലെ അവർ മടങ്ങിയെത്തി അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കും. അല്ലാത്തപക്ഷം അവരെ ആരാണ് മടക്കിക്കൊണ്ടു പോവുക? ശരിയാണ്, അങ്ങനെ ചെയ്യാം. ഞാൻ നിങ്ങളെ കാത്ത് അങ്ങ് മുകളിൽ ഇരിക്കാം. രാത്രിയിൽ തണുപ്പ് കുറവാകിയാൽ നമുക്ക് വെളിമ്പ്രദേശത്ത് കിടന്നുറങ്ങാം. ഗുരു, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. അങ്ങ് ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാർ പോയി കഴിഞ്ഞപ്പോൾ ഈശോ മലമുകളിലേക്കുള്ള കയറ്റം പുനരാരംഭിച്ചു. കഴിഞ്ഞ വർഷം മലയിലെ പ്രസംഗം, മഗ്ദലന മറിയവുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ചുണ്ടായ ദർശനത്തിൽ കണ്ട അതേ പ്രദേശം തന്നെയാണിത്. ഇപ്പോഴത്തെ കാഴ്ച കൂടുതൽ വിശാലവും സൂര്യപ്രകാശത്താൽ കൂടുതൽ പ്രകാശമാനവുമാണ്. ഈശോ ഒരു പാറപ്പുറത്തിരുന്ന് ധ്യാനത്തിൽ മുഴുകി. അപ്പസ്തോലന്മാരുടെ കാൽപ്പെരുമാറ്റം കേൾക്കുന്നതുവരെയും അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നു. ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയെങ്കിലും മലമുകളിൽ ഇപ്പോഴും സൂര്യപ്രകാശമുണ്ട്. ഔഷധ സസ്യങ്ങളുടെയും പൂക്കളുടെയും മണം അവിടെയൊക്കെ വ്യാപിച്ചു. താഴ്വരയിലെ ലില്ലിപ്പൂക്കളുടെ രൂക്ഷഗന്ധവുമുണ്ട്. ഉയർന്നു നിന്ന നർസീസി തണ്ടുകൾ മഞ്ഞുതുള്ളികൾ പ്രതീക്ഷിച്ചിട്ടെന്നവണ്ണം മുകുളങ്ങൾ ചലിപ്പിച്ചു. ഈശോ എഴുന്നേറ്റ് നിന്ന് ആഗതരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് സമാധാനം. അപ്പസ്തോലന്മാരോടൊപ്പം അനവധി ശിഷ്യന്മാരും എത്തിയിട്ടുണ്ട്. സന്തുഷ്ടനായ ഐസക്കാണ് അവരെ നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന കൊച്ചുമുഖം ഒരു സന്യാസിയുടേതുപോലെ ഇരിക്കുന്നു. എല്ലാവരും ഈശോയുടെ ചുറ്റും കൂടി. അദ്ദേഹം യൂദാസ് കറിയോത്തയെയും സൈമൺ തീഷ്ണനെയും പ്രത്യേകമായി അനുമോദിച്ചു. നിങ്ങൾ ഏതാനും മണിക്കൂർ നേരം എന്നോടുകൂടെ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളോട് മാത്രമായി എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങളുടെ ദൗത്യത്തിന് നിങ്ങളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം ഞാൻ സംസാരിക്കാം. അങ്ങനെ ആയാൽ നിങ്ങൾ ഉറക്കം പിടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അയവിറക്കി ആസ്വദിക്കും. മിതമായ ഭക്ഷണത്തിന് ശേഷം അവർ ഈശോയുടെ ചുറ്റുമിരുന്നു. അവിടുന്ന് ഒരു വലിയ പാറയുടെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും കൂടി ഏതാണ്ട് 100 പേരോളം കാണും. ഒരു പക്ഷേ അതിലധികവും ഉണ്ടാവും. 2 തീപ്പന്തങ്ങൾ ഇരിക്കുന്ന അവരുടെ മുഖങ്ങളെ പ്രകാശിപ്പിച്ചു.
ലഘുവായ അംഗവിക്ഷേപങ്ങളോട് ഈശോ സംസാരിച്ചു തുടങ്ങി. കറുത്ത കുപ്പായം ധരിച്ചിരുന്നതിനാലും വേണ്ടത്ര ചന്ദ്രിക ഇല്ലാതിരുന്നതിനാലും ഈശോയുടെ മുഖം മങ്ങിയിരുന്നു. എങ്കിലും ആകാശത്ത് നാമമാത്രമായി ദൃശ്യമായിരുന്ന ചന്ദ്രൻ്റെ പ്രകാശം അവിടുത്തെ മുഖത്തെ സ്പർശിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങളെൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ടാണ്. 12 പേരെ ആദ്യ പരിശോധന നടത്തി കഴിഞ്ഞിട്ടാണ് നിങ്ങളെ വിളിച്ചത്. എൻ്റെ സജീവ ശിഷ്യന്മാരുടെ പ്രവർത്തന പരിധി വിപുലമാക്കാനും എൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു നടത്താൻ ഏൽപ്പിക്കപ്പെട്ടവരുടെ മാർഗനിർദ്ദേശത്തെ സംബന്ധിച്ച പ്രഥമ പ്രതികരണങ്ങൾ കേൾക്കുവാനും വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നുവെന്ന് എനിക്കറിയാം. മനസ്സിലും ഹൃദയത്തിലും പുതിയ ശക്തിയോടെ പ്രാർത്ഥനാപരമായ ധ്യാനം നടത്താൻ തയ്യാറായ അപ്പസ്തോലന്മാരുടെ ആത്മാക്കൾക്ക് എൻ്റെ പ്രാർത്ഥനയുടെ പിൻബലമുണ്ടായിരുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയല്ലാതെ മനുഷ്യ അധ്വാനം കൊണ്ട് ഈ ശക്തി ലഭിക്കുകയില്ല. അവരവരെക്കുറിച്ച് ഒട്ടും കരുതലില്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടിട്ടുള്ളത്. അവരവരെക്കുറിച്ച് കരുതലില്ലാതിരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓർമ്മകൾ കൊണ്ടാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും അധികം ശബ്ദമുണ്ടാക്കുന്നത് സ്വന്തം അഹംബോധം അനുസ്മരിക്കുന്നവരാണ്. ഒരു അഹംബോധവും മറ്റൊരു അഹംബോധവും തമ്മിൽ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയണം. ദൈവത്തെ അനുസ്മരിക്കുന്നത് ആധ്യാത്മികമായ അഹംബോധമായിരിക്കും. സ്വന്തം ആസക്തികളെയും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റസംഖ്യം അടിയന്തര കാര്യങ്ങളെയും സംബന്ധിച്ച് അനുസ്മരിക്കുന്നത് തരം താണ ജഡികമായ അഹംബോധമാണ്. ആത്മാവ് ശരിക്കും ശക്തമല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞെന്ന നിലയിൽ നന്മയെ അനുസ്മരിപ്പിക്കുന്ന നേരിയതും ഒറ്റപ്പെട്ടതുമായ ശബ്ദത്തെ ജഡിക അനുസ്മരണങ്ങളുടെ ബഹുവിധ ശബ്ദങ്ങൾ കീഴ്പ്പെടുത്തിക്കളയും. അതിനാൽ പക്വത വന്ന ശിഷ്യന്മാർ മാനുഷികമായ അഹംബോധത്തിൻ്റെ പ്രതിഫലനങ്ങളായ എല്ലാ അനുസ്മരണങ്ങളെയും ഉപേക്ഷിച്ച് ദിവ്യ അനുസ്മരണങ്ങളെ മാത്രം ഉത്തേജിപ്പിച്ച് പച്ച പിടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും വേണം.